ശ്രീ പിണറായി വിജയൻ്റെ മകൾ ശ്രീമതി ടി വീണ വീണ്ടും കുരുക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് രണ്ട് മൂന്ന് മാനങ്ങളുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ. ഈ വീണയെ ഈ കള്ളപ്പണ ഇടപാടിൽ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടോ എന്നുള്ളത് അവർ ചിന്തിക്കണം. പക്ഷേ അതിനുവേണ്ടി കച്ച കെട്ടി ഇറങ്ങിയേക്കുകയാണ് എം.വി. ഗോവിന്ദൻ, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി. ഈ പാർട്ടിയെ നശിപ്പിച്ചേ അടങ്ങൂ, കുഴിച്ചു മുടിയേ അടങ്ങൂ എന്ന് പറഞ്ഞ് കുറേ പേര് നടക്കുന്നുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ അയാളും ഈ പണിയാണ് ചെയ്യാൻ പോകുന്നത്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം നമുക്ക് സമൂഹത്തിന് ആവശ്യമുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. കാരണം അവർ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് മാറിയ ഒരു പാർട്ടി, അതിൻ്റെ പതനമെന്ന് പറയുന്നത് അതിഭയങ്കരമായ പതനമാണ് ഉണ്ടായത്. അതിൽ നിന്ന് കരകയറാൻ ഇനി ബുദ്ധിമുട്ട് തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക്. പക്ഷേ അതെങ്ങനെയെങ്കിലും കയറാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അതിനെ പിടിച്ച് താഴോട്ടിടുന്ന പരിപാടികളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബംഗാളിലെ അനുഭവം ഇവർ പഠിച്ചിട്ടുണ്ടോ? ബംഗാളിൽ 40-40 വർഷം ഭരിച്ചു. ഇപ്പം അവിടെ ആകെപ്പാടെ ഉണ്ടല്ലോ ഒരു സീറ്റുണ്ട്. അതിപ്പോൾ കിട്ടിയതാ, ഇതിനു മുമ്പ് അതും ഇല്ലായിരുന്നു, പോയി. അപ്പോൾ ഇനി എത്ര വർഷം എടുക്കും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒന്ന് പിടിച്ചു കയറി വരാൻ? അവിടെ ഒരു കാരണവശാലും നടക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ല. ആ രീതിയായി. കേരളത്തിൽ അതേപോലെ ആയിരുന്നു. വലിയ ശക്തിയായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്ക്. വളരെ വലിയ, അതായത് ഇടതുപക്ഷ മുന്നണി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറിയതാണ് കഴിഞ്ഞ സർക്കാർ ആയിരുന്നു. ആദ്യം സർക്കാരുണ്ടായി, അത് കഴിഞ്ഞതിന് ശേഷം വളരെ വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും ജയിച്ച് കയറി വന്നു. പക്ഷേ അവിടെ നടന്ന അഴിമതികളും ബുദ്ധിമുട്ടുകളും ബത്തപ്പാടുകളും ഒക്കെ കണ്ട് ജനങ്ങൾ അങ്ങ് വെറുത്തുപോയി. ജനങ്ങളെയൊക്കെ എങ്ങനെ വെറുപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് വെറുപ്പിച്ചു. അതാ സംഭവിച്ചേക്കുന്നത്. കുറേ ആളുകൾ നമ്മളവിടുത്തെ ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നം കണ്ടു. അത് അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നടത്തിയ നാടകങ്ങൾ നമ്മൾ കണ്ടു. അതേപോലുള്ള കാര്യങ്ങളുമൊക്കെ കണ്ടു. അതെല്ലാം ഈ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി കൊടുത്തു. അതാ സംഭവിച്ചത്. ഇപ്പോൾ ED ആദ്യം അന്വേഷിക്കാൻ വന്ന കേസ് എന്താണ്? CMRL നിന്ന് അനധികൃതമായിട്ട് പണം ശ്രീമതി ടി വീണയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഒരു സർവീസും കൊടുക്കാതാണ് ആ പണം കിട്ടിയേക്കുന്നതെന്ന് ഇപ്പോൾ കർത്താ മൊഴി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു സർവീസും ഇല്ല. പിന്നെ എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത ബന്ധു എന്ന് പറയുന്നത് വളരെ വലിയ രാഷ്ട്രീയ പ്രവർത്തകനും നേതാവുമാണ്, അതുകൊണ്ടാണ് കൊടുത്തതെന്നായി. അതായത് പിണറായി വിജയൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ രീതി വന്നു. അപ്പോൾ ആദ്യം ഇത് വന്ന അന്വേഷണം വന്നത് ഈ യഥാർത്ഥത്തിലെ മണി ലോണ്ടറിങ് ആയിട്ട് ഉള്ള കേസാണ്. അത് വീണ ഇതിരുന്ന് പണം വാങ്ങി, അനധികൃതമായിട്ട് പണം വാങ്ങി. യഥാർത്ഥത്തിൽ അത് വരുന്നത്, ആ കേസ് വരാവുന്നത് PC ആക്ടിൻ്റെ പരിധിയിൽ വരാവുന്ന ഒരു മാറ്ററാണ്. അത് വന്നിട്ട് അങ്ങേയറ്റം ഇനി PMLA വന്നെന്നിരിക്കട്ടെ, അതിൽ തുടങ്ങിയതാണ്. ഇപ്പം എവിടെ ചെന്ന് നിൽക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇപ്പം അത് ഹവാല വരെ എത്തിയേക്കാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഹവാല വരെ എത്തിക്കുന്ന ആരെ? ഇവരൊക്കെ തന്നെയാണ്. കാരണം അവിടെ മെയ് 17-ന് അവിടെ ഒരു ഈ വീണ താമസിച്ച വീട്ടിൽ, അതായത് ശ്രീ പിണറായി വിജയനും ഒക്കെ കൂടെ താമസിക്കുന്ന വീട്ടിൽ തിരുവനന്തപുരത്ത്, അവിടെ ഒരു റെയ്ഡ് വന്നു. ആ റെയ്ഡ് വന്നു കഴിഞ്ഞപ്പോൾ ആ റെയ്ഡിൽ ഒരു ചുവന്ന ഡയറി കണ്ടെടുത്തു. ആ ഡയറിയിലെ കൈപ്പട എന്ന് പറയുന്നത് വീണയുടെ തന്നെയാണ്, ശ്രീമതി വീണയുടെ കൈപ്പടയാണ്. അതിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ വെച്ചു എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് പ്രശ്നം വരാൻ പോകുന്നത് എന്താ? യഥാർത്ഥത്തിൽ ഈ വീണയുടെ ഭർത്താവ് റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് വീണയുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോയിട്ടുണ്ട്. റിയാസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ പണം റിയാസിൻ്റെ പല ഫ്രണ്ട്സിനുമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്സ്, അതായത് ഈ പണം, അതായത് ഈ പണം, അതായത് അവിടെ നിന്ന് വന്നേക്കുന്ന പണം ഇതേപോലെ ഏത് വഴിക്ക് പോയെന്നുള്ളത് അന്വേഷിക്കണമല്ലോ. അത് ED അന്വേഷിച്ചതാണ്. വന്നപ്പോൾ വീണയുടെ അക്കൗണ്ടിൽ നിന്ന് റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് പോയി, റിയാസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ അന്വേഷണം നടത്തിയത് ഏതാണ്ട് വലിയ അപരാധമായിപ്പോയെന്നുള്ള രീതിയിൽ
റിയാസും അതുപോലെ MP ഗോവിന്ദനും പറയുന്നത് കേട്ടു. എനിക്കിപ്പോൾ ഇത് ആലോചിച്ചപ്പോൾ ചിരിയാണ് വരുന്നത് ഇത് ആലോചിച്ചിട്ട്. കാരണം ഇവർ നന്നാവാനുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല. ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഇതിനെ പ്രതിരോധിക്കും എന്ന് MP ഗോവിന്ദൻ പറയുന്നു. എന്തോ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഇത് വിളിച്ചു പറയുന്നത്? രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കുന്ന ഹവാല ഇടപാട് രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കാനാണോ പോകുന്നത്? ഹവാല ഇടപാടെന്ന് പറയുന്നത് ബാക്കി വീണയുടെ അക്കൗണ്ടുകളും വീണയുടെ ട്രാൻസാക്ഷൻസും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നേക്കുന്നത്. അതായത് UAE വീണ പണം അയച്ചേക്കുന്നത് ഇവിടുത്തെ 85 ലക്ഷം രൂപയ്ക്ക് തുല്യമായ 3.49, അതായത് 3.49 ലക്ഷം ദിറം പോയിട്ടുണ്ട് ഇവിടുന്ന്. ആലോചിച്ച് നോക്കിക്കോളൂ. അതിനാണ് ഹവാല എന്ന് പറയുന്നത്. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും അത് കുഴലും ഹവാലയും എല്ലാം പെടും ഇതിനകത്ത്. പിന്നെ ട്രാൻസാക്ഷൻ നടത്തിയേക്കുന്നത് വീണയുടെ നോൺ സോഴ്സ് ഓഫ് ഇൻകം, അതായത് അറിയപ്പെടുന്ന വരുമാനങ്ങളിൽ നിന്നും ഒക്കെ എക്സസ് ആയിട്ട് വന്നേക്കുകയാണ്. എത്രയെന്നറിയേ? 22 കോടി രൂപയുടെ ഇടപാടാണ് നടത്തിയേക്കുന്നത്. ഇത് എവിടുന്ന് ഈ പണം കിട്ടി? ഇതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അപ്പം ഇത് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ എൻ്റെ കൂട്ടുകാരുടെ എൻ്റെ ഫ്രണ്ട്സാണ് അവർ, എൻ്റെ ക്ലാസ്മേറ്റ്സ് അനാവശ്യം കാണിച്ചാൽ ക്ലാസ്മേറ്റ്സിൻ്റെ അക്കൗണ്ടിലോട്ട് കള്ളപ്പണം മാറ്റിയാൽ കേസ് വരത്തില്ലേ? അവർക്ക് വരുമല്ലോ. അതിന് ഇത്രയും കരയേണ്ട കാര്യം എന്തുവാ? എനിക്ക് ഇയാൾ കരയുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല. അപ്പം ഇത് MP ഗോവിന്ദൻ പറയാൻ പോകുന്ന വീണ്ടും MP ഗോവിന്ദൻ പാവങ്ങളെ ചതിക്കാൻ പോവുകയാണ്. പാവങ്ങളെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയിലുണ്ടല്ലോ, അതിനകത്ത് ഇത് അണികൾ ഏതാണ്ട് 1075 ദിവസം ജയിലിൽ കിടന്നു. 10-16 പേര്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. കാറ് തല്ലിപ്പൊളിച്ചതിന് ഒരു CITUക്കാരൻ്റെ കാറായ തല്ലിപ്പൊളിച്ചേക്കുന്നു. അയാൾ ഓടിച്ചുകൊണ്ടുവന്ന് ആ ഡ്രൈവറുടെ പള്ളയ്ക്ക് അടിച്ച്, എന്നിട്ട് അയാൾക്ക് നഷ്ടപരിഹാരം പോലും കൊടുത്തില്ല. ഞങ്ങൾ അയാളെ നോക്കും, വളർത്തും, പോറ്റി വളർത്താം. അപ്പം പോറ്റിയെ കിട്ടിയില്ല വളർത്താൻ. ഞങ്ങൾ അയാളെ പോറ്റി വളർത്താൻ പോറ്റി വേണമല്ലോ. അപ്പോൾ പോറ്റിയില്ല, പോറ്റി അകത്തായിരുന്നു. അത് കാരണം അത് കിട്ടിയില്ല. ഏതായാലും ശരി, അതങ്ങ് വിട്ട് ഒന്നും ഇല്ലാതായി. പിന്നെ അത് ഇവർ ED അതിൻ്റെ നഷ്ടപരിഹാരം ആ കാറുകാരന് കൊടുത്തു. അതാ സംഭവിച്ചത്. അപ്പം ഇത് ഇനി എന്തെന്നറിയോ? യവന്മാരകത്ത് ഇത്രയും നാൾ കിടന്നില്ലയോ? ഇനി അടുത്തത് വീണ്ടും ഈ അന്വേഷണം നടക്കുമ്പോൾ അത് മുടക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഇതുപോലെ ചെന്ന് അവരെ അടിക്കാനും പിടിച്ചുകൊള്ളാനും കാറ് തല്ലിപ്പൊളിക്കാനും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇനിയുള്ളവന്മാർ നിങ്ങൾ മനസ്സിലാക്കണം. ഈ അണികളെന്ന് പറയുന്നവന്മാരുണ്ടല്ലോ, തലയിൽ ഒന്നുമില്ലാത്തവന്മാർ മനസ്സിലാക്കണം. ഇവരാരും അകത്ത് കിടക്കത്തില്ല, ഈ നേതാക്കളൊന്നും. പിന്നെ ഈ ഗോവിന്ദൻ അന്ന് പോയി അവിടെ കുത്തിയിരുന്നിട്ടും ഒന്നും സംഭവിച്ചില്ലല്ലോ. ഗോവിന്ദനെ ആരും പിടിച്ചോണ്ട് പോയില്ലല്ലോ. നേരെ മറിച്ച് ബാക്കി ഉള്ള ഈ അണികളുണ്ടല്ലോ, കാറ് തല്ലിപ്പൊളിച്ചവന്മാരെല്ലാം അകത്തായില്ലേ എന്ന് പറഞ്ഞ പോലെ ഇനി നിങ്ങളെ അകത്താകത്തുള്ളൂ. ഗോവിന്ദൻ ഇത് പറഞ്ഞിട്ട് മൂടും തട്ടി ഗോവിന്ദൻ്റെ പോക്കിന് പോവും, റിയാസും അങ്ങനെ പോവും. പക്ഷെ ബാക്കി നിങ്ങളെല്ലാം അകത്തായി പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇതിനകത്ത് പോയി ഇറങ്ങരുത്. ഇനി മാത്രമല്ല, ഇനി എനിക്ക് പാർട്ടിയോട് പറയാനുള്ളത്, ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ഇത്രയും വലിയൊരു ഇടപാടിനകത്ത് ഇവരെ ചുമക്കാൻ പോയി കഴിഞ്ഞാൽ ഈ വീണയെ ചുമക്കേണ്ട കാര്യം ഈ പാർട്ടിക്ക് എന്താണുള്ളത്? ഹവാല ഇടപാടിനകത്ത് അതിനകത്ത് അന്വേഷണം നടത്താൻ പാടില്ലെന്നും പറഞ്ഞ് സമരം ചെയ്യാൻ പോവാണോ? പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ പോവാണോ? രാഷ്ട്രീയമായിട്ട് എന്തോ നേരിടും? ഒരു വിവരവും ഇല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ പുലമ്പരുത്. ഒരു നല്ല രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നശിപ്പിച്ചു. ആ നശിപ്പിച്ചത് അത്രത്തോളം ആവട്ടെ. ഇനി അതിന് ഒരു കാരണവശാലും കരകയറാൻ വയ്യാത്ത വിധത്തിൽ അതിനെ ആക്കണം, കുഴിയിലേക്ക് തള്ളിയിടണം എന്നുള്ള ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനിയും ഇറങ്ങാം. ഇല്ലെങ്കിൽ അനങ്ങാതെ അങ്ങ് ഇരുന്നിട്ട് കേസിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അതല്ലേ നല്ലത്. ചിന്തിക്കണം. പാർട്ടിക്കാരും അതിൻ്റെ അണികളും ചിന്തിക്കണം. ഈ പാർട്ടി ബംഗാളിലെ പാർട്ടി പോലെ നശിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്.